ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നികേഷിന്റെ ഒപ്പം റോഡിലൂടെ നടന്നു വരുന്ന വഴിയിൽ വെച്ച് നികേഷിന്റെ അമ്മയെ കണ്ടത്. പഴയ പെട്ടിയിൽ നിന്നും അമ്മയുടെ ഫോട്ടോ എടുത്തു കാണിച്ചുകൊണ്ട് നികേഷ് ഭാസ്കരനോട് ചോദിച്ചു, ഇവരെന്തിനാ എന്നെ എടുത്തു നിൽക്കുന്നത്? ഇവരുടെ കയ്യിൽ എന്തിനാ എന്നെ കൊടുത്തത്? ഭാസ്കരൻ ചോദിച്ചു, നിന്റെ തള്ള പിന്നെ നിന്നെ അല്ലാതെ നാട്ടുകാരുടെ കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെക്കുമോ? തുടർന്ന് അത് നികേഷിന്റെ അമ്മയായിരുന്നു എന്ന് മനസ്സിലാക്കി ഞെട്ടി വിശ്വസിക്കാനാകാതെ നിധി നികേഷിനെ നോക്കുകയാണ്. നികേഷ് കോളേജിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ്. തുടർന്ന് രാത്രി വീട്ടിലേക്ക് വരികയാണ് സുഭാഷും ഹരീഷും. ഹോളിൽ നിൽക്കുന്ന നിധിയോട് സുഭാഷ് ചോദിക്കുന്നു, മോളെ ആദ്യ ദിവസത്തെ ജോലി എങ്ങനെയുണ്ടായിരുന്നു? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടൻ നേരത്തെ എത്തുമെന്ന് നിധി പ്രതീക്ഷിച്ചു. സുഭാഷ് ഏട്ടൻ വരാത്തതിന്റെ വിഷമത്തിലായിരുന്നു നിധി. ആണോ മോൾ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അല്ല സുഭാഷ് ഏട്ടാ, ഈ സുധീഷ് വെറുതെ ഓരോന്ന് പറയുന്നതാ. അപ്പൊ സുധീഷ് പറയുന്നു, രാവിലെ പടക്കമൊക്കെ പൊട്ടിച്ചല്ലേ, ജോലിക്ക് പറഞ്ഞു വിട്ടതല്ലേ, തിരിച്ചു വരുമ്പോൾ ഒരു ബാനറെങ്കിലും കാണുമെന്ന് നിധി പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ ഒരു ബാനറും ഇല്ലായിരുന്നു. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, നീ ഒന്ന് മിണ്ടാ നിൽക്ക് മോളെ, ജോലിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ ഹരീഷ് ചോദിക്കാണ്, ഏട്ടത്തി എപ്പോഴാ വന്നത്? അപ്പൊ നിധി പറയുന്നു, കുറച്ചു നേരം ആയിട്ടേ ഉള്ളൂ. അപ്പൊ സുധീഷ് പറയുന്നു, ഞാൻ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞതാ. അപ്പൊ നിധി തനിച്ചു വന്നോളാം, ഞാൻ ചെല്ലണ്ടെന്നൊക്കെ പറഞ്ഞു. സുഭാഷ് ചോദിക്കുന്നു, തനിച്ചു വരുന്നത് ഓക്കെ ആണോ മോളെ? അപ്പൊ നിധി പറയുകയാണ്, ഓക്കെയാണ് സുഭാഷ് ഏട്ടാ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി പകുതി ദൂരം വരെ ഉണ്ട്. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നികേഷ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങള് സംസാരിച്ചുകൊണ്ടാ നടന്നു വന്നത്. ഹരീഷ് ചോദിക്കുന്നു, ഇന്ന് ആദ്യമായിട്ടാണോ ഏട്ടത്തി ബസ്സിൽ കയറിയത്? അവൾ നിധി പറയുകയാണ്, അല്ല, തക്കലയിലേക്ക് ഞാനും നികേഷും കൂടി ബസ്സിലല്ലേ പോയത്. ഇത് കേട്ട് ഹരീഷ് ചോദിക്കണ, അതല്ല, ലോക്കൽ ബസ്സിൽ ആദ്യമായിട്ടല്ലേ ഏട്ടത്തി കയറിയത്? അപ്പൊ നിധി പറയുകയാണ്, അതെ അതെ, ലോക്കൽ ബസ്സിൽ ആദ്യമായിട്ടാണ് ഞാൻ കയറിയത്. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, അത് ഓർക്കുമ്പോഴാ ഒരു വിഷമം. എല്ലാ സൗകര്യത്തോടും കൂടി വലിയ വീട്ടിൽ കഴിഞ്ഞ കുട്ടിയല്ലേ, ഇവിടെ വന്ന് ബസ്സിൽ പോയി കഷ്ടപ്പെടുകയല്ലേ. അപ്പൊ സുധീഷ് പറയുകയാണ്, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ കൊണ്ടുവിടുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്യാമെന്ന്. നിധി കേൾക്കണ്ടേ? അപ്പൊ നിധി പറയുന്നു, ഇല്ല സുഭാഷ് ഏട്ടാ, ഞാൻ ഇതിനു വേണ്ടി ആഗ്രഹിച്ചത് എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്ത് ശീലിക്കണ്ടേ, ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. ഇന്ന് ബസ്സിൽ പോയി പെട്ടെന്ന് തന്നെ ഒരു 2 വീലർ വാങ്ങി ആദ്യം പോകും, പിന്നെ പതിയെ പതിയെ കാർ വാങ്ങും. അങ്ങനെ ഒരുപാട് പ്ലാൻ ഉണ്ട്. എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു. സുഭാഷ് ചോദിക്കുന്നു, ഓഫീസിൽ എല്ലാവരും എങ്ങനെയുണ്ട് മോളെ? അപ്പൊ നിധി പറയുകയാണ്, എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അവിടെ ദിവ്യ എന്നൊരു പെൺകുട്ടി എന്റെ ഫ്രണ്ടായി. ആ കുട്ടിയാ എന്റെ കൂടെ ബസ്സിലുണ്ടായിരുന്നത്. പുതിയതായി തുടങ്ങിയ കമ്പനിയല്ലേ, എല്ലാം പുതിയ പ്രോജക്റ്റുകളാ, ജോലി ഇൻട്രസ്റ്റിംഗ് ആ. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി സുഭാഷ് പറയുന്നു, നന്നായി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ സുഭാഷും പിന്നാലെ ഹരീഷും അകത്തേക്ക് പോകുന്നു. പെട്ടെന്ന് നിധി ശ്രദ്ധിക്കുകയാണ് പുറത്തിരുന്ന പാട്ട് കേൾക്കുന്ന ആ ഭാസ്കരനെ. സുധീഷ് നിധിയോട് സംസാരിക്കാനായി വരുമ്പോൾ സുധീഷിനെ ശ്രദ്ധിക്കാതെ ഭാസ്കറിന്റെ അരികിലേക്ക് പോവുകയാണ് നിധി. ഇത് കണ്ട് നികേഷ് ചിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഇവക്ക് മാത്രം എന്താണ് എന്റെ ഫീലിങ്സ് മനസ്സിലാകാതെ പോകുന്നത്? എല്ലാവരോടും എന്ത് നന്നായാ സംസാരിക്കുന്നത്, എന്നെ മാത്രം കണ്ടില്ലാന്ന് അടിക്കും. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, എനിക്ക് സുധീഷ് എന്നെ പറ്റി വിചാരിക്കുമ്പോൾ സഹതാപമുണ്ട്. അങ്ങനെ നികേഷ് പുസ്തകം തുറന്ന് പഠിക്കാനായി തുടങ്ങുമ്പോൾ സുധീഷ് ചോദിക്കാണ്, ഇത്ര പെട്ടെന്ന് നീ പഠിക്കാൻ തുടങ്ങുവാണോ? അപ്പൊ നികേഷ് ചോദിക്കാണ്, പിന്നെന്ത് വേണം? സുധീഷ് എന്നെ കുറിച്ച് ആലോചിച്ച് സഹതാപപ്പെട്ടുകൊണ്ടിരിക്കണോ? ടൈമില്ല, വേസ്റ്റ് ആയി പോകും. തുടർന്ന് ഭാസ്കറിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, കുറെ തവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ചോദിക്കേണ്ട ഒരു സാഹചര്യം വന്നു, അതുകൊണ്ട് ചോദിക്കുക. നികേഷിന്റെ അമ്മ എവിടെയാ ഉള്ളത്? ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ നീ വീണ്ടും വീണ്ടും ഇത് തന്നെ ചോദിക്കുന്നത്? അകത്തേക്കൊന്ന് നോക്കി ടെൻഷനോടുകൂടി നിധി പറയുന്നു, ബഹളം വെക്കാതെ പതിയെ സംസാരിക്കും, എല്ലാവരും കേൾക്കും. ഭാസ്കരൻ പതിയെ ചോദിക്കുന്നു, എന്തിനാ മോൾ എപ്പോഴും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? നിധി ചോദിക്കുന്നു, അവര് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, അവര് ജീവനോടെ ഉണ്ടോ എന്ന് നീ എന്നോട് ചോദിച്ചു, അതിന് ഞാൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പൊ തിരുവനന്തപുരത്തുണ്ടോ എന്ന്? എന്താ ഇത്? അപ്പൊ നിധി പറയുകയാണ്, ഞാൻ ഇന്ന് അവരെ കണ്ടു. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ ഭാസ്കരൻ ചോദിക്കുകയാണ്, മോൾ എങ്ങനെ കാണാനാ? അപ്പൊ നിധി പറയുകയാണ്, ഇല്ല, ഞാൻ കണ്ടു, ചുമ്മാ നുണ പറയില്ലെന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയുകയാണ്, അല്ല, ഞാൻ അവരെയാ കണ്ടത്, ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഇന്ന് കണ്ടതും അവരെയാ. ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ്, അതെ, നിങ്ങൾ 10 വർഷമായിട്ട് ഒരുമിച്ച് ജീവിച്ചവരല്ലേ, കണ്ടാലുടനെ തിരിച്ചറിയല്ലോ. എന്താ മോളെ ഇത്? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകണ്ട. അപ്പൊ നിധി പറയുകയാണ്, എനിക്കറിയാം, അത് അവര് തന്നെയായിരുന്നു, എനിക്ക് അവരെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് നന്നായിട്ട് അറിയാം, അത് അവര് തന്നെയാ. അവരിവിടെ ഉണ്ടെന്ന് അച്ഛൻ അറിയാമായിരുന്നോ? എന്തുകൊണ്ട് നികേഷിനോട് പറഞ്ഞില്ല? അവൻ അവന്റെ അമ്മയെ കാണണ്ടേ? അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ദേ നോക്ക് മോളെ, വെറുതെ ആരെങ്കിലും കണ്ടിട്ട് ഇവിടെ വന്ന് ഓരോന്ന് പറയാൻ നിൽക്കരുത്. എന്തിനാ മോൾ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അങ്ങനെ നിധിക്ക് മറുപടി കൊടുക്കാതെ ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. നിധി ഓർക്കുന്നു നികേഷിന്റെ അമ്മയെ കണ്ടതും നികേഷ് ഫോട്ടോ കാണിച്ചുകൊണ്ട് ഭാസ്കരനെ ചോദ്യം ചെയ്തതുമെല്ലാം. തുടർന്ന് നിധി മനസ്സിൽ പറയുകയാണ്, അത് അവര് തന്നെയാ, അച്ഛനാ എന്തൊക്കെയോ മറച്ചു വെക്കുന്നത്. തുടർന്ന് രാവിലെ സുഭാഷിനെ അടുക്കളയിൽ സഹായിക്കുകയാണ് നിധി. ഈ സമയം വെള്ളം കുടിക്കാനായി അവിടേക്ക് വന്ന ഭാസ്കരൻ ടെൻഷനോടുകൂടി നിധിയെ നോക്കുകയും നിധി ഭാസ്കരനെ ശ്രദ്ധിക്കുകയുമാണ്. വെള്ളം എടുത്തു കുടിച്ച് നിധിയെ തിരികെ നോക്കിക്കൊണ്ട് ഭാസ്കരൻ അവിടെ നിന്ന് പോകുന്നു. സംശയത്തോടുകൂടി നിധി മനസ്സിൽ പറയുകയാണ്, എന്തു പറ്റി? എന്തോ കളത്തരം ഉണ്ടല്ലോ. തുടർന്ന് നികേഷിന്റെ ലഞ്ച് ബോക്സ് എടുത്ത് കോളേജിലേക്ക് പോകാനായി ഒരുങ്ങുന്ന നികേഷിന്റെ അരികിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ് നിധി. സുധീഷ് ചോദിക്കുന്നു, നിധി റെഡി ആയില്ലേ, നമുക്ക് പോകണ്ടേ? എവിടെ
എവിടെയെന്ന് നിധി ചോദിക്കുമ്പോൾ ഓഫീസിൽ പോകണ്ടേന്ന് സുധീഷ് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നു, ഞാൻ നികേഷിന്റെ ഒപ്പം പൊയ്ക്കോളാം, അവൻ ബസ്സിലാ പോകുന്നതെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഞാനും ബസ്സിൽ പൊയ്ക്കോളാം. സുധീഷ് ചോദിക്കുന്നു, ബസ്സിലോ? നിധി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ നിധി പറയുന്നു, എനിക്ക് തനിച്ച് ജോലിക്ക് പോയി ശീലിക്കണം. ഏത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, നമ്മുടെ കയ്യിൽ വണ്ടി ഉള്ളപ്പോൾ എന്തിനാ ഇങ്ങനെ റിസ്ക് എടുക്കുന്നത്? അപ്പൊ നിധി പറയണേ, ഇല്ല സുധീഷ്, ഞാൻ തനിച്ചു പോയി ശീലിക്കട്ടെ. എത്ര നാളാ സുധീഷ് എന്നെ കൊണ്ടുവിടുക? അപ്പൊ സുധീഷ് പറയുന്നു, ഇല്ല നിധി, എനിക്കതൊരു ബുദ്ധിമുട്ടേ അല്ല. നിധി ചോദിക്കുന്നു, സുധീഷിന് വേറെ ജോലിയൊന്നുമില്ലേ? ദിവസവും എന്നെ പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഞാൻ തനിച്ചു പോയി ശീലിക്കട്ടെ, നികേഷ് കൂടെ ഉണ്ടല്ലോ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ശരി നിധി, എങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാറിൽ ഡ്രോപ്പ് ചെയ്യാം. ഇത് കേട്ടുകൊണ്ട് സുഭാഷ് അവിടേക്ക് വരികയാണ്. നിധി പറയുന്നു, വേണ്ടെന്ന് പറഞ്ഞില്ലേ? സുഭാഷ് ഏട്ടാ, ഞാൻ എന്തിനു വേണ്ടിയാ തിരുവനന്തപുരത്തേക്ക് വന്നത്? ജോലി ചെയ്ത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ? എന്റെ വീട്ടിലുള്ളവർ എന്നെ പൊത്തി പൊത്തി വെച്ച് ഒന്നും അറിയാത്തവളായി വളർത്തിയെടുത്തു. ഇപ്പൊ ഇവിടെയെങ്കിലും നിന്ന് എല്ലാം പഠിക്കണമല്ലോ. ഈ സുധീഷിനോടൊന്ന് വെറുതെ ഇരിക്കാൻ പറ. സുഭാഷ് ചോദിക്കുന്നു, മോള് സൂക്ഷിച്ചു പോകില്ലേ? അപ്പൊ നിധി പറയുകയാണ്, ഞാൻ തനിച്ചു പൊയ്ക്കോളാം സുഭാഷ് ഏട്ടാ, എന്റെ കയ്യിൽ ഫോണില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, ശരി എടാ, നിധി തനിച്ചു പൊയ്ക്കോളാന്ന് പറഞ്ഞില്ലേടാ, അവള് പോട്ടെ. അപ്പൊ നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ, ഞാനില്ലേ കൂടെ, ഞാൻ നോക്കിക്കോളാം ഏട്ടത്തിയെ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എടാ നീ കോളേജ് ജംഗ്ഷൻ വരുമ്പോൾ ഇറങ്ങില്ലേ? നിധി അത് കഴിഞ്ഞിട്ടും പോണ്ടേ? അപ്പൊ നിധി പറയുകയാണ്, അവൻ ഇറങ്ങിയിട്ട് അടുത്ത രണ്ടാമത്തെ സ്റ്റോപ്പിൽ ഞാനും ഇറങ്ങും. അതല്ലേ എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം. നികേഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ, ഞാൻ എത്ര നാളായിട്ട് ബസ്സിൽ പോകുന്നു, ഓരോ ദിവസമെങ്കിലും എന്നെ ഡ്രോപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ സുധീഷ് ഏട്ടന്? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ശരി ഓക്കെ, ഇന്ന് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇത് കേട്ട് നിധി പറയുകയാണ്, വേണ്ട, ഞാൻ പൊയ്ക്കോളാം. സുധീഷ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാൽ എനിക്ക് നല്ല ദേഷ്യം വരും. എനിക്കെല്ലാം ശീലിക്കണമെന്ന് പറഞ്ഞില്ലേ സുഭാഷ് ഏട്ടാ, പറഞ്ഞു കൊടുക്കാം അങ്ങോട്ട്. അപ്പൊ സുഭാഷ് പറയുകയാണ്, സുധീഷ്, നിധി പറയുന്നത് കേട്ടില്ലേ? അവള് തനിച്ചു പോട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവള് നമ്മളെ ഫോണിൽ വിളിക്കും. നികേഷും കൂടെ പോകുന്നുണ്ടല്ലോ, മോള് പോയിട്ട് വാ. സന്തോഷത്തോടു കൂടി നിധി പറയുന്നു, താങ്ക് യു സുഭാഷ് ഏട്ടാ. നികേഷ് പോകാം. നികേഷിന്റെ ഒപ്പം പുറത്തേക്ക് ഇറങ്ങി വരുന്ന നിധി ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ്. ടെൻഷനോടുകൂടി ഭാസ്കരൻ മനസ്സിൽ പറയുന്നു, അയ്യോ എന്നെയാണല്ലോ നോക്കുന്നത്, കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നതാ നല്ലത്. നിധി സംശയത്തോടുകൂടി ഭാസ്കരനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ, ഏട്ടതി വാ നമുക്ക് പോകാന്ന് പറഞ്ഞ് നികേഷ് നിധിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് ഡാറ്റ കാണിക്കുമ്പോൾ സുധീഷ് അറിയിക്കണ്, ഓ ഡാറ്റ കാണിച്ചോണ്ടിരുന്നോ? അവള് തനിച്ച് പൊയ്ക്കോളാന്ന് പറയുമ്പോൾ ഉടനെ പോയിട്ട് വാന്ന് പറഞ്ഞയക്കുകയാണോ വേണ്ടത്? മോളെ സുധീഷ് കൊണ്ട് വിടുവെന്ന് പറയണ്ടായിരുന്നു. അപ്പൊ സുഭാഷ് പറയുകയാണ്, എടാ ആ കുട്ടിക്ക് തനിച്ചു പോണമെന്നും എല്ലാം ശീലിക്കണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്, അവള് പോയിട്ട് വരട്ടെ, അതിനിപ്പോ എന്താ? സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്താ ഇത് ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? ഞാനും അവളും കൂടി സംസാരിക്കുന്നത് ഈ കാറിൽ പോകുമ്പോൾ മാത്രമാ. വീട്ടിലേക്ക് വന്ന സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സുഭാഷ് ഏട്ടനോട് മാത്രമാണ് സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ ആ നികേഷ് ഏട്ടത്തിന്ന് വിളിച്ച് നിധിയുടെ പിന്നാലെ നടക്കും. ഞാൻ അവളുടെ ആരാ? ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോഴും പിക്കപ്പ് ചെയ്യാൻ പോകുമ്പോഴുമാണ് ഞാൻ അവളോട് സംസാരിക്കാറ്. അതും ഇന്ന് ഇല്ലാതാക്കി. ഒന്ന് പോ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് പിണക്കത്തോടു കൂടി സുധീഷ് അവിടെ വന്ന് പോകുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കുകയാണ് സുഭാഷ്. തുടർന്ന് നിധിക്ക് വേണ്ടി ബാത്റൂം പണിയാനായി തുടങ്ങുകയാണ് സുഭാഷും അവിനാഷും പണിക്കാരും. അവിനാഷിനോട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പറയുകയാണ് സുഭാഷ്. അപ്പൊ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ബാത്റൂം ആയിരിക്കണം, നമ്മുടെ വീട് പോലെ ആകരുത്. ഷവർ, ബാത്ടബ്, വലിയ കണ്ണാടി എല്ലാം ഉണ്ടായിരിക്കണം. തുടർന്ന് സുഭാഷ് പറയുന്നു, എന്റെ ടെൻഷൻ ഈ കാര്യം അറിഞ്ഞ് വിദേശം വരുമോന്നാ. വരട്ടെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, എനിക്ക് തോന്നുന്നു അവര് വരില്ലാന്ന്. സുനന്ദയുടെ കല്യാണത്തിന് ശേഷം അവർ ഒതുങ്ങി ജീവിക്കുകയാ. അപ്പൊ സുഭാഷ് പറയുന്നു, ഇല്ലടാ നമ്മൾ ഈ സ്ഥലത്ത് തൊട്ടാലേ അവര് വരും. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ വരുമ്പോ നോക്കാം. ഭാസ്കരനും അവിടേക്ക് വരികയാണ്. സുഭാഷും അവിനാഷും എല്ലാം പണി തുടങ്ങാനായി പോകുമ്പോൾ നിർത്തടാന്ന് പറഞ്ഞ് അവിടേക്ക് വരികയാണ് ഗംഗാധരനും ലളിതയും. ഇത് കേട്ട് തിരികെ നോക്കുകയാണ് ഭാസ്കരനും സുഭാഷും ഹരീഷും സുധീഷും എല്ലാം. ഗംഗാധരൻ ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ, നിങ്ങൾക്ക് എന്താണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുകയാണ്, കോർട്ടിൽ കേസ് ഉള്ളതാ, ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് അറിയില്ലേ? ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു, ആര് പറഞ്ഞു ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന്? അപ്പോൾ ലളിത പറയുകയാണ്, കോർട്ടിൽ കേസ് ഉള്ളതാ, ഈ വീട്ടില് ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് കോർട്ട് ഉത്തരവിട്ടിട്ടുള്ളതാ. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, വലിച്ച അമ്മായി ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, പിന്നീടുള്ള സ്ഥലത്ത് ഒരു ബാത്റൂം പണിയാൻ പോവാ. ഞെട്ടി ഗംഗാധരൻ ചോദിക്കുന്നു, എന്ത് ബാത്റൂമോ? വീട് പെയിന്റ് ചെയ്യാൻ പോലും പാടില്ലെന്ന് കോർട്ട് ഉത്തരവുള്ളതാ, അപ്പൊ നിങ്ങള് ബാത്റൂം പണിയാൻ പോകുന്നു? ഈ വീട് പോലും നിങ്ങളുടേതല്ല, ജീവിച്ച് പൊയ്ക്കോട്ടെ എന്ന് കരുതി വെറുതെ വിട്ടപ്പോൾ ബാത്റൂം ഒക്കെ പണിത് സ്വന്തം വീടാക്കാൻ പോവാണോ? ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, വലിച്ച ഈ വീട്ടിലൊരു പെൺകുട്ടിയുള്ള കാര്യം നിങ്ങൾക്കും അറിയാലോ, അവൾക്ക് നല്ലൊരു ബാത്റൂം വേണ്ടേ, അതിനു വേണ്ടിയാ പണിയുന്നത്. സുധീഷ് ചോദിക്കുന്നു, ബാത്റൂം പണിയും, അതിന് നിങ്ങൾ എന്ത് ചെയ്യാനാ? അപ്പൊ ഗംഗാധരൻ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ പോകും ഞങ്ങള്, ബാത്റൂം പണിയാൻ പോകുന്നത് കേസാകും, വെറുതെ വിടില്ല നിന്നെയൊന്നും ഞങ്ങൾ. അങ്ങനെ ഗംഗാധരനും ലളിതയും കൂടി ബഹളം വെക്കുകയാണ്. ഗംഗാധരൻ പറയുന്നു, ഇത് എന്റെ സ്ഥലമാടാ, സാധനങ്ങളെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് നിന്നെയൊക്കെ പുറത്തിറക്കി വിടും ഞങ്ങൾ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഈ വിരട്ടൊന്നും ഇവിടെ വേണ്ട, പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ കംപ്ലൈന്റ് കൊടുത്തോ, അതല്ല പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ വേറെ എവിടെയാണെന്ന് വെച്ചാൽ വെക്കോ, നിങ്ങൾ പറയുന്നത് കേട്ട് ആരും ഇവിടെ ഭയപ്പെടാൻ പോകുന്നൊന്നുമില്ല. അപ്പൊ ഹരീഷ് പറയുകയാണ്, സുഭാഷേട്ടൻ ജോലി തുടങ്ങുക, ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അവിനാശ് പണി ചെയ്യാനായി മുന്നോട്ട് വരുമ്പോൾ ലളിതയും ഗംഗാധരനും പറയുന്നു, തൊട്ടുപോകരുത്,
നിന്നെയൊക്കെ ഞങ്ങൾ ജയിലിലാക്കും. ഇവിടെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എല്ലാവരും ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് കേട്ട് ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് അവിനാശും ജോലിക്കാരും എല്ലാം. ഗംഗാധരൻ പറയുന്നു, ഈ വീടിന്റെ മേലെ കേസുള്ളതാ. പെയിന്റ് അടിക്കാനോ ഇവിടെ ഒന്നും പണിയാൻ പാടില്ലെന്ന് കോർട്ട് ഉത്തരവുള്ളതാ. ഇവര് പറയുന്നത് കേട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ പോലീസ് വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോകും. പിന്നെ നിങ്ങളുടെ ജീവിതം ജയിലില്ല. അവിനാശ് ചോദിക്കുന്നു, സുഭാഷ് ഭയ്യ ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, ബ്രോ ഐ ആം കമ്മിങ് ബ്രോ. സിസ്റ്റർ ബ്രോ വരൂ, നമുക്ക് തനിച്ചൊന്ന് സംസാരിക്കാം. നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളതെന്ന് ലളിത ചോദിക്കുമ്പോൾ ഗംഗാധരനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു, വാ ബ്രോ, സംസാരിക്കാനുണ്ട്. അങ്ങനെ അവരെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് ഭാസ്കരൻ. സുഭാഷും സുധീഷും ഹരീഷും എല്ലാം സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുന്നു. ഗംഗാധരൻ ചോദിക്കുന്നു, എടാ ഈ വീട്ടിൽ ഒരു പണിയും ചെയ്യാൻ പാടില്ലെന്ന് കോർട്ട് ഓർഡർ ഉള്ളല്ലേ? അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, കോർട്ട് ഓർഡർ ഈ വീട് എന്റെ അച്ഛൻ എനിക്ക് തന്നതാ. അതിൽ ആഗ്രഹിച്ച് നീ കോടതിയിൽ കേസ് കൊടുത്തു. ദേ നോക്ക്, എന്റെ മക്കൾ അവിടെ ബാത്റൂം പണിയാൻ പോകുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർ പറയുന്നു, എന്ത് ചെയ്യുന്നോ? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. പോലീസിനെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളെ എല്ലാവരെയും അകത്താക്കും. സുഭാഷ് ചോദിക്കുന്നു, എന്താടാ പോലീസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അവര് സംസാരിച്ചിട്ട് വരട്ടെ. ഇനിയും പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങോട്ട് വന്നാൽ അയാളുടെ തലയടിച്ച് പൊട്ടിക്കും ഞാൻ. അപ്പൊ ഭാസ്കരൻ പറയുകയാണ്, നിങ്ങള് പോലീസ് സ്റ്റേഷനിലേക്ക് വെക്കോ, ഞാൻ നിങ്ങളുടെ മരുമകന്റെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ സുനന്ദയുടെ വീടിന്റെ അഡ്രസ് ഒക്കെ പറയുകയാണ് ഭാസ്കരൻ. ടെൻഷനോടുകൂടി അവർ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ അവിടെ പോകുന്നത്? അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ചുമ്മാ പോകും, വെറുതെ വിശേഷങ്ങളൊക്കെ പറയാനായി. സുനന്ദയും സുഭാഷും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. കല്യാണത്തലേന്ന് രാത്രി സുനന്ദ സുഭാഷിനെ കെട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞ് ഇവിടെ വന്നതും അവളുടെ അച്ഛനും അമ്മയും കൂടി വന്ന് കാല് പിടിച്ച് എന്റെ മകനോട് അപേക്ഷിച്ച ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയതെന്നും അവളെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് കല്യാണം നടത്തിയതെന്ന് ഞാൻ പറയും. എങ്ങനെ പറയട്ടെ? ഇത് കേട്ട് ഗംഗാധരൻ പറയുകയാണ്, ഇതൊരു പെൺകുട്ടിയുടെ ജീവിതമാ, നീ പറയോടാ, നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കില്ലടാ. ടെൻഷനോടുകൂടി ലളിത ചോദിക്കുന്നു, ചേട്ടാ ഇയാൾ എന്തൊക്കെ ഈ പറയുന്നത്? അപ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഞാനൊന്നും ഇല്ലാത്തത് പറഞ്ഞില്ലല്ലോ, നടന്നതല്ലേ പറയാൻ പോകുന്നുള്ളൂ. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, ഞാൻ സുനന്ദയുടെ വീട്ടിൽ പോയി നടന്നതെല്ലാം പറയാം. സുനന്ദ അഡ്രസ് ഒക്കെ തന്നിട്ടാ പോയത്. നിങ്ങൾക്ക് അറിയാലോ ഈ ഭാസ്കരൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന്. ഇവിടെ ഞങ്ങൾ ബാത്റൂം കെട്ടണോ അതോ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും നിന്റെ മകളെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണോ? ആഘോഷത്തോടു കൂടി നടത്തിയ കല്യാണമല്ലേ? ഒരു മാസം പോലും ഭർത്താവിന്റെ കൂടെ ജീവിക്കാതെ വീട്ടിൽ വന്നാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. നാട്ടുകാരെന്തൊക്കെ പറയും? അത് കുഴപ്പമില്ലല്ലോ, നിങ്ങൾ ഇത് ചെയ്യുമോന്ന് ഗംഗാധരനും ലളിതയും ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ഉറപ്പായിട്ടും ചെയ്യും. അങ്ങനെ ഗംഗാധരനും ലളിതയും ഭാസ്കരനും കൂടി വഴക്കുണ്ടാക്കുകയാണ്. തുടർന്ന് ഭാസ്കരൻ ചോദിക്കുന്നു, ഓക്കെ അല്ലേ, ഞാൻ സുനന്ദയുടെ വീട്ടിലേക്ക് പോട്ടെ, താൻ പോടോ എന്ന് പറഞ്ഞു ടെൻഷനോടുകൂടി ഗംഗാധരനും ലളിതയും അവിടെ നിന്ന് പോവുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എടാ അവര് പോയല്ലോ, എന്താ സംഭവിച്ചേ? ഹരീഷും സുധീഷും സംശയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. എല്ലാവരുടെയും അരികിലേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു, ഇനി അവര് വരില്ല, നിങ്ങൾ പണി തുടങ്ങാം. പറഞ്ഞത് കേട്ടില്ലേ, അവര് വരില്ലെന്ന്. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, വാ നമുക്ക് പണി തുടങ്ങാം. സംശയത്തോടു കൂടി സുധീഷ് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ നടന്നത്? പ്രശ്നം ഉണ്ടാക്കാൻ വന്നവര് പതുങ്ങി പോയല്ലോ. അത് എനിക്കൊന്നും മനസ്സിലാവാത്തതെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഈ ക്യാരക്ടർ ഓരോ ദിവസം കഴിയുന്തോറും നല്ലവനായിക്കൊണ്ടിരിക്കുകയാണല്ലോ, എല്ലാം നിധി വന്നതിന് ശേഷം. അങ്ങനെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷും ഹരീഷും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്